ഹലോ ഹായ്, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മെഡിട്രീന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഫ്യൂഷൻ ബ്യൂട്ടി പാർലറിലാണ്. ഇത് നമ്മുടെ സ്വന്തം വിനീത ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയാണ് പാറുവിനെ ബ്യൂട്ടീഷ്യനൊക്കെ പഠിപ്പിച്ചത്. ചേച്ചി ലേ ബ്യൂട്ടി വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ചേച്ചി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പാർലറൊക്കെ ഇട്ടു. അപ്പോൾ പാറു ഇവിടെയാണ് എല്ലാ മന്തിലും സ്പാ ചെയ്യാൻ വരുന്നത്. ഫസ്റ്റിലത്തെ പരിപാടി തന്നെ ഹെയർ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. വാഷ് ചെയ്തിട്ടാണ് ക്രീംസൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പാറു സുഖമായിട്ട് അങ്ങ് കിടന്നു കൊടുക്കുകയാണ്. ആരെങ്കിലും തലയിലൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് മസാജൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ. അവളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നത് തന്നെ അതിനാണെന്ന് തോന്നുന്നു, കുറച്ച് നേരത്തെ റിലീഫിന് വേണ്ടിയിട്ട്. ചേച്ചി എപ്പം ഹെയറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ക്രീം തേക്കുവാണ്. ക്രീം എനിക്ക് വന്നൊരു ½ വെച്ചേക്കണം. പാറുവിന് നല്ല ലെങ്ത്തുള്ള ഹെയർ ആയതുകൊണ്ട് ഒരുപാട് ക്രീമും ആവശ്യമാണ്. പിന്നെ നല്ല രീതിയിൽ അവൾക്ക് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹെയർ വല്ലപ്പോഴും ഓയിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പാറു അങ്ങനെ ഓയിൽ ഉപയോഗിച്ച് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാനും ദീശും കൂടി കുറച്ച് നേരമൊക്കെ കളിച്ചിട്ടിരുന്നു. അവൾക്ക് പെട്ടെന്ന് ഉറക്കം വന്നു കേട്ടോ. ആ ഷാട്ടി അങ്ങനെ പെട്ടെന്ന് ഉറങ്ങി. മെയിനായിട്ട് പാറു മന്ത്ലി കറക്റ്റായിട്ട് സ്പാ ചെയ്യും. പിന്നെ അവൾ ബോഡി വൈസിൻ്റെ ഗമ്മീസ് യൂസ് ചെയ്ത് കേട്ടോ. ഡെലിവറിക്ക് ശേഷം അവളത് കറക്റ്റായിട്ടത് കഴിച്ചു. അതിൻ്റെ റിസൾട്ട് അവളുടെ ഹെയറിൽ കാണാനും ഉണ്ട്. സാധാരണ ഡെലിവറിക്ക് ശേഷം നന്നായിട്ട് മുടി കൊഴിയുന്നതാണ്. എനിക്ക് മെയിൻലി ഡെലിവറി കഴിഞ്ഞപ്പോൾ നന്നായി മുടി കൊഴിഞ്ഞു കേട്ടോ. പക്ഷെ അവളത് എൻ്റെ ആ മുടി കൊഴിച്ചിൽ കണ്ടപ്പോൾ തൊട്ട് അവൾ അതിൻ്റേതായ കാര്യങ്ങളെല്ലാം ചെയ്തതുകൊണ്ട് അവളുടെ മുടിക്ക് അതിനു വേണ്ടി പൊഴിച്ചിലുമില്ല, എന്നാൽ ഡാൻഡ്രഫും ഇല്ല. അവൾ കറക്റ്റായിട്ട് സ്പാ ചെയ്യുക, പിന്നെ ബോഡി വൈസിൻ്റെ ഗമ്മീസ്, അത് നല്ല റിസൾട്ടാണ് കേട്ടോ. പിന്നെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക, അതൊക്കെ അവൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാറുവിനെ നന്നായിട്ട് ചേച്ചി കുളിപ്പിച്ചതാ ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പം ഹെയർ എന്തായാലും ഡ്രൈ ആക്കാൻ പോവുകയാണ്. അപ്പോൾ പാറുവിൻ്റെ കുളി ഇന്നത്തോടെ തീർന്നു കേട്ടോ. അതങ്ങനെ എന്തായാലും നന്നായിട്ട് ഹെയറൊക്കെ ഡ്രൈ ചെയ്ത്, പിന്നെ പാറു ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ രാവിലെയും രാത്രി അവൾ നന്നായിട്ട് ഹെയർ കോംബ് ചെയ്യും കേട്ടോ. ഞാനതിന് ഭയങ്കര മടിച്ചിയാണ്. പക്ഷെ അവളത് കറക്റ്റായിട്ട് ജടയൊക്കെ കളഞ്ഞ് വലിയ നല്ല ഗ്യാപ്പുള്ള ചീപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് അവൾ കോംബ് ചെയ്യും. പക്ഷെ ഞാൻ പണ്ടൊക്കെ പറഞ്ഞ വഴക്ക് പറയുമായിരുന്നു, നീ എന്തിനാടി എപ്പോഴും ചീപ്പ് നിന്ന്. പക്ഷെ അത് നല്ല ഹെഡിന് നല്ലൊരു മസാജാണ്. പക്ഷെ അത് അവളുടെ മുടിയിൽ കാണാനും ഉണ്ട്. എന്നാൽ എന്നെപ്പോലെ അവൾ കളറും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൾക്കങ്ങനെ ഹെയർ ഫോളോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മുടി കൊഴിയുന്നത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നിട്ട് തന്നെയാണ്. നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റേതായ സമയത്തൊന്നും ചെയ്യത്തുമില്ല, എന്നാൽ മുടി പൊഴിച്ചിലൊന്ന് പരാതിയുമോ. പാറു പറയുന്നത് വെച്ചാൽ എന്നും ഇതുപോലെ ആരെങ്കിലും വന്ന് ചീകി നല്ല വാഷൊക്കെ ചെയ്ത് ഡ്രൈ ഒക്കെ ആക്കി ഇങ്ങനെ കൊടുത്താൽ ഞാൻ മുടി വെട്ടാതെ നോക്കിക്കോളാം. പക്ഷേ അവൾക്ക് കുഞ്ഞിനെ നോക്കി മുടി ഹാൻഡിൽ ചെയ്യാനുള്ള ടൈമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ചേച്ചി കുറേ വഴക്കൊക്കെ പറഞ്ഞു. എന്തായാലും ഇങ്ങനെ കണ്ടിട്ട് അമ്മ ഇപ്പം നോക്കിക്കോ, ഇവളെ ഓട്ടിക്കും, എന്തായാലും മുടി കട്ട് ചെയ്യാൻ സമ്മതിക്കത്തേ ഇല്ല. പക്ഷേ മുടിയൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ട് കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഞാൻ പറഞ്ഞു വാ വീട്ടിൽ പോകാൻ കുറച്ച് നേരമായി. അങ്ങനെ എന്തായാലും അവൾക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഇടയ്ക്കൊന്നും മുടി വെട്ടത്തില്ലെന്നാണ് തോന്നുന്നത്. വിനീത ചേച്ചിയുടെ അടുത്ത ക്ലാസ്സും കൂടെ മുടി പിന്നിയിട്ടങ്ങ് പോയാൽ മതി, കാറ്റത്തൊക്കെ പറന്നതൊക്കെ നശിക്കുമെന്നും പറഞ്ഞാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ദീശു എന്തായാലും ലാസ്റ്റ് മൊമെൻറ്റിലാട്ടോ കണ്ണു തുറന്നത്. അവൾ ഇത്ര നേരം നല്ല സുഖമായിട്ട് ഉറങ്ങി. അതുകൊണ്ട് എനിക്കും കുറച്ച് നേരം റെസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ലോങ് ഹെയറിനുള്ള കുറച്ച് ടിപ്സൊക്കെ വിനീത ചേച്ചി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ പാറു തലയാട്ടി കേൾക്കുന്നുമുണ്ട്. അതോ ഇനി വീട്ടിൽ വരുമ്പോൾ ഇനി മനം മാറുന്നോ എന്തോ, മുടി വെട്ടണമെന്നാണ് ആൾ കുറച്ച് നാളായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി വെട്ടത്തില്ലായിരിക്കും. അങ്ങനെ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല അയത്തിൽ ട്രാഫിക്കായിരുന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം ചേച്ചി വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഒരു 8 മണിയൊക്കെ ആയി കേട്ടോ. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്തായാലും അണ്ണാക്കി താഴെ വന്നിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാൻ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുകയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ദേഷ്യമൊക്കെ മുഖത്ത് കാണാം. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മുടിയെക്കുറിച്ച് ഇനിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പാറു വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ, സീ യു.